ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തേർഡ് സെമസ്റ്ററിന്റെ ആണ്. ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ എന്ന ബുക്കിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഉലൂമുൽ ഖുർആൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ അതിലെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലത് ഈ ഇൻട്രൊഡക്ഷൻ ടു ഉലൂമുൽ ഖുർആനിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇജാസുൽ ഖുർആൻ. ഇജാസുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മിറക്കിൾസ്, ഖുർആന്റെ മുഅ്ജിസത്തുകൾ, അതായത് മനുഷ്യശേഷിക്ക് അപ്പുറത്തുള്ള കാര്യങ്ങള് ഖുർആനില് പറയുന്ന അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോണത്. ഇത് ഒന്നാമത്തത് ഏജാസുൽ ബയാനി വൽ ലോവി, ഭാഷാപരമായ മിറക്കിൾസ്. ഭാഷ അന്നത്തെ കാലത്ത് അറബികൾക്കുണ്ടായിരുന്ന അറബി സാഹിത്യത്തിലെ വളരെ കഴിവും പ്രാഗൽഭ്യം ഒക്കെ മുൻനിർത്തി അതിനേക്കാൾ കവിച്ചു വയ്ക്കുന്ന ഒരു ഗ്രന്ഥം അവതരിച്ചപ്പോൾ, ആയത്തുകള് അവതരിപ്പിച്ചപ്പോൾ അറബികൾ വളരെ ആശ്ചര്യഭരിതരായി. അങ്ങനത്തെ ആളുകള് ഇത് ഖുർആനെ നിഷേധിക്കാൻ തുടങ്ങിയപ്പോ, അത് മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയപ്പോ, എന്നാ നിങ്ങള് ഇത്രയും കഴിവുള്ള ആളുകളല്ലേ, ഖുർആന്റെ അറബി ഭാഷയില് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സൂറത്ത് അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും എന്നുള്ള ഖുർആന്റെ വെല്ലുവിളി, ഇതൊക്കെയാണ് ഇതിൽ പറയാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം. അൽ ഖുർആനുൽ കരീം യതമയ്യസു ബി ഉസ്ലൂബിഹിൽ ബലീഗി അല്ലദീ ജുമിഅ ബൈന ഖുവത്തി തഅബീരി വ സലാസത്തിൽ മാന. അപ്പോൾ ഇവിടെ ഖുർആനിന് ഒരു യുണീക്നെസ്, ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്തിന്? അതിന്റെ ശൈലിയിലും അതിന്റെ കുവത്ത്, താബീറിന് ആശയം പ്രകടിപ്പിക്കുന്നതിലും അതിന്റെ കഴിവിലും ഒക്കെ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എന്ന്. വഖദ് അഹദശ അൽ അറബു, അറബികള് ആശ്ചര്യവാന്മാരായി. അഹദശ അൽ അറബു വഹും, അവര് അഹ്ലുൽ ബലാഗ, അവര് വളരെ വലിയ ബലാഗത്തിന്റെ ആളുകളാണ്. ഭാഷാ സമ്പുഷ്ടതയുടെ വളരെ സാഹിത്യത്തിന്റെ ആളുകളാണ്. ഫി അസ്രീൻ കാനു ഫീഹി, അവര് ജീവിച്ചിരുന്ന കാലത്ത് അവർ യതഫാഖറൂന, അവര് പരസ്പരം ഫഖർ നടിക്കുമായിരുന്നു. ഞാനാണ് കൂടുതൽ പിന്നെ മറ്റേ കബീലകളിലുള്ള, പിന്നെ ഓരോ കബീലയിലും ഓരോ പിന്നെ കവികള് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വളരെ തല്ലുകൂടുമായിരുന്നു ഇതിന്റെ കാര്യത്തില്. അങ്ങനെ പരസ്പരം മത്സരിക്കുമായിരുന്നു, ഫഖർ നടിക്കുമായിരുന്നു. ഫസാഹത്തിഹ, ഭാഷയുടെ സാഹിത്യത്തിന്റെ കാര്യത്തില്. തഹദ്ദാഹും, അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു വെല്ലുവിളിച്ചു. അള്ളാഹു തഹദ്ദാഹും, അള്ളാഹു അവരെ വെല്ലുവിളിച്ചു. അയ്യബി സൂറത്തിൻ, ഒരു സൂറത്ത് കൊണ്ടുവരാൻ, ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ. ഹത്താബി ആയത്തിൻ, അല്ലെങ്കിൽ ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമോന്ന് വെല്ലുവിളിച്ചു. മിസ്ലൽ ഖുർആൻ പോലത്തെ. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞ പോലെ, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഇതാണ് ആയത്ത്. ഇത് അൽ ബഖറയിലെ 23-ാമത്തെ ആയത്താണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ, നമ്മൾ ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അലാ അബ്ദിനാ, നമ്മുടെ അബ്ദിന്റെ മേൽ. നമ്മുടെ അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അബ്ദ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കിക്കൊടുത്ത ആ ആയത്ത് അല്ലെങ്കിൽ ആ സൂറത്ത് അല്ലെങ്കിൽ ആ ഖുർആനിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഫഅ്തു ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, അതുപോലത്തെ ഒരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് വെല്ലുവിളിച്ചത്. അങ്ങനെ ലം യതമക്കനു, അവർക്ക് സാധിച്ചില്ല. റഹ്മ മഹാവലാത്തിഹിം, അവര് പരസ്പരം സഹായിച്ച് പരിശ്രമിച്ചിട്ട് പോലും. അങ്ങനെ മുഹാവലാത്ത് എന്ന് പറഞ്ഞാൽ ഹാവലയാണ് അതിന്റെ മാദിയായ ഫിഅല്. ഹാവല, മുഹാവലാത്ത്. ഹാവല എന്ന് പറഞ്ഞാൽ പരസ്പരം പരിശ്രമിക്കുക, സഹായിക്കാൻ പരിശ്രമിക്കുക. പിന്നെ കാത്തല,
പരസ്പരം യുദ്ധം ചെയ്യുക എന്നുള്ള ആ വചനാണ് ഹാവല. ഇത് കാരണം ജാ അൽ ഖുർആനു, ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് മുത്തനാസിഖൻ ഫി മആനിഹി വ ഉസ്ലീബിഹി, അതിന്റെ അർത്ഥത്തിലും അതിന്റെ ശൈലിയും സമന്വയിപ്പിച്ചിട്ടാണ് ഖുർആന്റെ അവതരണം. അർത്ഥവും അതിന്റെ ശൈലിയും സമന്വയിപ്പിച്ചിട്ടാണ് ഖുർആന്റെ ആവർത്തനം. അലറമി മിൻ നുസൂലിഹി, അത് ഇറങ്ങിയത് മിൻ നുസൂലിഹി മുഫറഖൻ, അത് ഇടവിട്ടാണ്. അല മദാരി ശരീന ആമൻ, 23 കൊല്ലക്കാലത്തെ ദൈർഘ്യത്തില് അത് പലപ്പോഴായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് ഖുർആൻ. അങ്ങനെ ആയിട്ട് കൂടി അതിനെ അവർക്ക് അത്രയും കാലം എന്നല്ല, അതിനുശേഷവും അവർക്ക് അത് സാധിച്ചിട്ടില്ല. പിന്നെ തശ്രീഅ, നിയമപരമായ മിറക്കിൾസ്, നിയമം, ഖുർആന്റെ നിയമങ്ങള്, അതുപോലത്തെ നിയമങ്ങള് അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഖുർആനുൽ കരീം യുഖദ്ദിമു നിളാമൻ തശ്രീഇയ്യൻ ഷാമിലൻ, വളരെ ഇൻക്ലൂസീവായ, വളരെ വിശാലമായ ഒരു നിയമവ്യവസ്ഥ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നു. യുനല്ലിമു ജമീഅ ജവാനിബിൽ ഹയാത്തി, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ തുറകളിലേക്കുമുള്ള നിയമങ്ങൾ. അത് ഏതുപോലെ മിൻ ഇബാദാത്തിൻ, ആരാധനകൾ പോലെ, അഖ്ലാഖിൻ, സ്വഭാവ രൂപീകരണം പോലെ, മുആമലാത്തിൻ, ഇടപാടുകള്, കച്ചവട ഇടപാടുകൾ, സാമ്പത്തികമായ ഇടപാടുകൾ, ഇഖ്തിസാദിൻ, സാമ്പത്തികമായും, സിയാസത്തിൻ, രാഷ്ട്രീയപരമായും, അങ്ങനെ എല്ലാ ഇടപാടുകളെ പറ്റിയും ഒക്കെ ഉള്ള നിയമങ്ങൾ ഖുർആനിലുണ്ട്. അപ്പൊ തശ്രീഅത്തുഹു, അതിന്റെ നിയമനിർമ്മാണം തതമയ്യസ്, അത് യുണീക്കാണ്. ബിൽ മുറൂനത്തി വൽ അദാലത്തി, അത് ഇതില് ജസ്റ്റിസില് നീതി പുലർത്തുന്നു എന്നാ പറഞ്ഞത്. അതായത് വലിയവനെന്നോ ചെറിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ അറബിയെന്നോ അനർബിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും നിയമം ഖുർആൻ ഒരേപോലെ ആണ്, നിയമത്തിന്റെ കാര്യത്തിലും ജസ്റ്റിസിന്റെ കാര്യത്തിലൊക്കെ. മിമ്മ യജാലുഹ, അതിനെ ആക്കി, സാലിഹത്തൻ ലികുല്ലി സമാനിൻ വ മക്കാനിൻ, എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കുമുള്ള നിയമങ്ങളാക്കി. അൻ നജാൽ ഖുർആൻ, ഖുർആൻ അങ്ങനെ വിജയിച്ചു ഫി തഹ്ഖീഖ് തവാസുൻ ബൈന മസാലിഹൽ ഫർദി വൽ മുസ്തമ, സമൂഹത്തിന്റെ, മുസ്തമ എന്ന് പറഞ്ഞ സമൂഹം, ഫർദ് എന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിന്റെയും ഒരു സൊസൈറ്റിയുടെയും ഒരു കമ്മ്യൂണിറ്റിയുടെയും മസ്ലഹത്തുകളുടെ ഇടയിലെ അത് ഒരു ബാലൻസ് നിലനിർത്തുന്ന കാര്യത്തില് ഖുർആൻ വിജയിച്ചു എന്നാ പറഞ്ഞത്. ബൈന റൂഹി വൽ ജസദി, ആത്മാവിന്റെ കാര്യത്തിലും ശരീരത്തിന്റെ കാര്യത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളിലും. മിമ്മ ജാലഹു ദസ്തൂറൻ, അങ്ങനെ അതിനെ ആക്കി, ദസ്തൂറൻ ഒരു ഭരണഘടനയാക്കി, ഖാലിദൻ ശാശ്വതമായ ഒരു ഭരണഘടന, ലിൽ ബശരിയത്തി മനുഷ്യവർഗത്തിന്. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ഒരു ശാശ്വതമായ ഭരണഘടനയാണ് ഖുർആൻ. അങ്ങനെ അതാണ് ആ ഖുർആന്റെ എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും യോജിക്കുന്ന നിയമങ്ങളാണ് ഖുർആനിലുള്ളത്. പിന്നെ ഇജാസുൽ ഇൽമി, അറിവിന്റെ മിറക്കിൾസ്. അസാർ അൽ ഖുർആനു, ഖുർആൻ സൂചിപ്പിച്ചു ഇലാ ഹഖായിഖിൻ ഇൽമിയത്തിൻ, ചില വസ്തുതകളിലേക്ക്, ലം തകുൻ മഅറൂഫത്തൻ, അവ അറിയപ്പെട്ടതായിരുന്നില്ല, ഫി സമനിൻ നുസൂലിഹി, ഖുർആന്റെ അവതരണ കാലത്ത് അവിടുത്തെ ആളുകൾക്ക് അറിയാത്ത പല സംഭവങ്ങളിലേക്കും പല യാഥാർത്ഥ്യങ്ങളിലേക്കും ഖുർആൻ സൂചന നൽകി. ഏതുപോലെ മിസ്ല നശത്തുൽ കൗന്,
അതായത് പ്രപഞ്ചോൽപത്തി. നശ്വത്തുൽ കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചോൽപത്തി, പ്രപഞ്ചം ഉണ്ടായത്. ഖാല തആല, അല്ലാഹ് പറഞ്ഞു, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫതഖ്നാഹുമാ. അവലം യറല്ലദീന കഫറു, സത്യനിഷേധികൾ മനസ്സിലാക്കുന്നില്ലയോ അല്ലെങ്കിൽ കാണുന്നില്ലയോ? അന്നസ്സമാവാതി വൽ അർള, ആകാശഭൂമികള് തീർച്ചയായും ആകാശവും ഭൂമിയും കാനത്താറത്തക്കൻ, അത് പറ്റിപ്പിടിച്ചതായിരുന്നു. ഫതഖ്നാഹുമ, അങ്ങനെ നാം അതിനെ വേർപെടുത്തിയെന്ന്. അത് സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ ആയത്താണ്. വഹാദിഹി, ഇത് ഇശാറത്തുൻ മിനാ നളിയത്തിൽ ഇൻഫിജാറിൽ അളീമി, ആ ബിഗ് ബാങ് തിയറിയിലേക്കുള്ള ഒരു സൂചനയാണിത് എന്നാ പറഞ്ഞു ഈ ആയത്ത്. അൽ ഇൻഫിജാറിൽ അളീം, ആ ഭയങ്കര സ്ഫോടനം, ഒരു സ്ഫോടനം നടന്നിട്ടാണ് ഭൂമിയും ആകാശമൊക്കെ വേർപെട്ടത് എന്നാണ് സയൻസ് ഇപ്പോ പറയണത്. അപ്പൊ ആ ബിഗ് ബാങ് തിയറിയിലേക്ക് സൂചന നൽകുന്ന ആയത്താണിത് എന്ന് പറഞ്ഞു. അപ്പൊ അന്നത്തെ കാലത്ത് അത് ആർക്കും അറിവില്ലാത്ത ഒരു 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 ഇതായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല എന്ന് ഖുർആൻ തന്നെ തെളിയിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ ദൗറുരിയാഹ്, പിന്നെ അടുത്ത കാര്യം എന്താ? അപ്പോ ഒന്ന് നശ്വത്തുൽ കൗന്, ഇനി ദൗറുരിയാഹ്. രണ്ടാമത്തെ കാര്യം കാറ്റിന്റെ റോള്. തൽഖീഹ് എന്ന് പറഞ്ഞാല് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള അർത്ഥം ഇവിടെ വെക്കാം നമുക്ക്. ട്രാൻസ്പോർട്ട് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, അതിനാണ് ഈ തൽഖീഹ് എന്ന് പറഞ്ഞത്. അപ്പോൾ കാറ്റിന്റെ റോള് ഈ തൽഖീഹ്. ഇപ്പൊ എന്തൊക്കെ തൽഖീഹ്? ഇപ്പൊ ഖുറാനില് പറഞ്ഞിട്ടുള്ളത്, പിന്നെ മഴ പെയ്യിക്കാൻ വേണ്ടി പിന്നെ നീരാവി നിറഞ്ഞ മേഘങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അതാണ്. അങ്ങനെ മഴ പെയ്യിക്കുക എന്നുള്ള ആശയമാണ് ഖുറാനില് ആയത്തടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ തൽഖീഹിന് വേറെ രണ്ട് അർത്ഥം കൂടിയുണ്ട്. തൽഖീഹ് പൂമ്പൊടിയെ ഒരു 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 സസ്യത്തിൽ നിന്ന് മറ്റൊരു സസ്യത്തിലേക്ക് പൂമ്പൊടി വ്യാപിപ്പിക്കുന്നതിനെയും അതിനും തൽഖീഹ് എന്ന് പറയാം. ഇതും കാറ്റ് തന്നെയാണ് ചെയ്യണത്. കാറ്റ് ചെയ്യണുണ്ട്, മറ്റ് ഷഡ്പദങ്ങള്, പിന്നെ മറ്റ് ജീവിവർഗങ്ങൾ ചെയ്യുന്നതുമുണ്ട്. പക്ഷെ കാറ്റും അത് ചെയ്യുന്നുണ്ട്. ഈ കാറ്റ് ചെയ്യുന്നത് മറ്റ് ജീവിവർഗങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പൊ കാറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തത്, വിത്തുകളെ ഒരു സ്ഥലത്ത് നിന്ന് ചില സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഡ്യൂട്ടിയും കാറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 കാര്യങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ തഫ്സീറായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ കാലത്താൽ അള്ളാഹ് പറഞ്ഞു, അർസൽന റിയാഹ ലവാഖിഹ, നാം കാറ്റുകളെ നാം അയച്ചു, ലവാഖിഹ എന്ന് പറഞ്ഞ തൽഖീഹ് ചെയ്യുന്നവയായിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നവയായിട്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ട്. അത് സൂറത്തുൽ ഹിജറിലെ 22-ാമത്തെ ആയത്താണ്. തത്തവ്വുർ, പിന്നെ മൂന്നാമത് തത്തവ്വുറുൽ ജനീൻ, ഭ്രൂണത്തിന്റെ വളർച്ച. ഫി റഹ്മിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണത്തിന്റെ വളർച്ച, അതാണ് മൂന്നാമത്തെ ഏജാസുൽ ഇൽമി. വസഫ മറാഹിലൽ ജനീനി ബിദിഖത്തിൻ ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ വാക്കില് ഈ മറാഹിലുൽ ജനീൻ, അതായത് ഈ ഭ്രൂണത്തിന്റെ വളർച്ചയുടെ പല സ്റ്റേജുകളെ പറ്റി ഖുർആനിൽ പറഞ്ഞു. മറാഹിലുൽ ജനീന്, ഭ്രൂണത്തിന്റെ പല സ്റ്റേജുകൾ വളരെ ബിദിഖത്തിൻ, വളരെ സ്പഷ്ടമായി പറഞ്ഞു. ഫി ഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഖൗലില് എന്താ? വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة
فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر. ഇതാണ് ആയത്ത്. സൂറത്തുൽ മുഅ്മിനൂൻ 12 മുതൽ 14 വരെയുള്ള ആയത്ത്. എന്താ ഇതിൽ പറഞ്ഞത്? വലഖദ് ഖലഖ്നൽ ഇൻസാന, മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചു, മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ സത്തയിൽ നിന്ന്. മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യവർഗത്തെ നാം സൃഷ്ടിച്ചു. ഇവിടെ ഇപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? മണ്ണിന്റെ സത്ത എന്ന് പറഞ്ഞാൽ ആദം നബിയെ മണ്ണുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വെച്ച്. അതിനുശേഷം ഹവ്വ ബീവിയെ സൃഷ്ടിച്ചു. അങ്ങനെ പിന്നെ രണ്ടാളും കൂടി ഭൂമിയിലേക്ക് ഇറങ്ങി. ആ ആദം നബി ഹവ്വ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങനെ അവരിൽ നിന്ന് പിന്നെ ഉണ്ടായ മക്കളാണ് നമ്മളെല്ലാവരും. അപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? മിൻ സിലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ മണ്ണിന്റെ സത്തയിൽ നിന്നാണ്, മണ്ണിന്റെ സത്ത വലിച്ചെടുത്തിട്ടാണ് സസ്യങ്ങള് ഓരോ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് അരിയായാലും ഗോതമ്പായാലും മറ്റ് എന്ത് ഇത് കൊള്ളിക്കിഴങ്ങായാലും ചക്കരക്കിഴങ്ങായാലും എന്ത് സാധനമായാലും അത് മണ്ണിന്റെ സത്ത വലിച്ചെടുത്തിട്ടാണ് ഈ സസ്യങ്ങളൊക്കെ, ഈ പദാർത്ഥങ്ങളൊക്കെ. ആ ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അങ്ങനെ ആ ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിച്ചതിൽ നിന്ന്, അതിന്റെ സത്തയിൽ നിന്ന് അങ്ങനെ നുത്ഫത്ത് എന്ന് പറഞ്ഞാൽ ബീജം ഉണ്ടാകുന്നു. ഈ ബീജം അങ്ങനെ, ആ ബീജത്തെ അള്ളാഹു അങ്ങനെ അത് അലക്കത്താക്കുന്ന. അലക്കത്ത് എന്ന് പറഞ്ഞ ഒരു ലീച്ച് എന്ന് പറഞ്ഞ ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു. അലക്ക എന്ന് പറഞ്ഞ മുഅല്ലക്ക, സബഉൽ മുഅല്ലക്കാത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 7 പദ്യങ്ങളെ കുറിച്ച് ജാഹിലിയ കാലത്തെ കവികളുടെ 7 പദ്യങ്ങള് മുഅല്ലക്കാത്ത് എന്ന് പറഞ്ഞ കെട്ടിത്തൂക്കുന്ന എന്നർത്ഥം. അവിടെ അലക്ക, ലീച്ച്, അട്ട എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന്റെ അർത്ഥങ്ങളാണ്. അപ്പൊ ഇത് എന്തായാലും ഒരു ഒട്ടിപ്പിടിക്കുന്ന വസ്തുവാക്കി അങ്ങനെ ആ അലക്കത്തിനെ മുളകത്താക്കി. മുളകത്ത് എന്ന് പറഞ്ഞാൽ ഒരു മാംസപിണ്ഡം. അങ്ങനെ അതിനെ എല്ലുകളാക്കി, എല്ലുകളെ പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞു. അങ്ങനെ അതാണ് ഈ മറാഹില് ജനീൻ, ഒരു ഭ്രൂണത്തിന്റെ ഗർഭപാത്രത്തിലുള്ള സ്റ്റേജുകൾ. അപ്പോ സുമ്മ ജഅൽനാഹു നത്ഫത്തൻ, അങ്ങനെ അതിനെ ഇന്ദ്രിയത്തുള്ളിയാക്കി, ഫീ ഖറാറിൻ മക്കിയൻ, ഒരു പ്രത്യേക സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് പിന്നെ നിക്ഷേപിച്ചു. സുമ്മ ഖലഖ്ന നുത്ഫത്ത, അങ്ങനെ ഇന്ദ്രിയത്തുള്ളിയെ നാം ആക്കി സൃഷ്ടിച്ചു. അലക്കത്തായിട്ട്. ഫഖലഖ്നൽ അലക്കത്ത, അലക്കത്തിനെ നാം ആക്കി സൃഷ്ടിച്ചു. മുളാത്തായിട്ട്. ഇതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞു. ഫഖലഖ്നൽ മുളാത്തിനെ ഇളാമൻ, എല്ലുകളായിട്ട് സൃഷ്ടിച്ചു. ഫകസൗനൽ ഇളാമ, അങ്ങനെ എല്ലുകളെ നാം പൊതിഞ്ഞു. ലഹമിനാൽ എന്ന് പറഞ്ഞ മാംസത്താൽ. അങ്ങനെ സുമ്മ അൻശഅനാഹു, അങ്ങനെ നാം അവനെ ആക്കി ഒരു ഖൽഖൻ ആഖർ, വേറെ ഒരു സൃഷ്ടിയാക്കി. അപ്പോ അത് പൂർണ്ണരൂപ എത്തിയാല് ഈ പറഞ്ഞതൊന്നും അല്ല. അത് ഒക്കെ വളരെ സുന്ദരനായ അല്ലെങ്കിൽ സുന്ദരിയായ ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ ഒരു സ്ത്രീയായി, അല്ലെങ്കിൽ ഒരു പുരുഷനായി ആണ്, കുട്ടിയായിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. അതാണ് ഈ ഇൽമ്, ഈ ഇൽമിന്റെ, ഈ സയൻസിന്റെ മിറക്കിള്. അപ്പോ ഈ വക കാര്യങ്ങളൊന്നും അന്നത്തെ കാലത്ത് അറബികൾക്ക് അറിവുണ്ടായിരുന്നില്ല ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു. പിന്നെ ഏജാസുൽ, അപ്പൊ ഇതിൽ പലതും ഇപ്പൊ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ പിന്നെ ഭ്രൂണത്തിന്റെ കാര്യമൊക്കെ അടുത്ത കാലത്താണ് സയൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബിഗ് ബാങ് തിയറി അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്. പിന്നെ ഏജാസുൽ ഗൈബി, പിന്നെ അദൃശ്യ കാര്യങ്ങളുടെ മിറക്കിൾസ്. അദൃശ്യ കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് നോക്കുക. ദക്കറൽ ഖുർആൻ അഹദാസൻ, സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. പല സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞു. വഖിസസൻ, പല കഥകളും പറഞ്ഞു. മിനൽ മാദി, കഴിഞ്ഞ കാലത്ത് നിന്നുള്ള പല സംഭവങ്ങളെയും
കിസ്സകളെയും കുറിച്ച് പറഞ്ഞു. ലം തക്കുൻ മാറൂഫത്തല്ലിൽ അറബി, അത് അറബികൾക്ക് അന്ന് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു അതൊക്കെ. മിസ്ല ഖിസ്സത്ത് യൂസുഫ് അലൈഹി ഇസ്ലാം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖിസ്സ വളരെ വിശാലമായിട്ട് ഒരു സൂറത്തില് നൂറ്റി ആ, ആ, യൂസുഫ് സൂറത്തുൽ യൂസുഫിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ, അതൊന്നും അറബികൾക്ക് അറിയാത്ത കാര്യങ്ങളായിരുന്നു. കാലത്താൽ അള്ളാഹു പറഞ്ഞു ദാലിക മിൻ നംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക, ദാലിക അത് മിൻ നംബാഇൽ ഗൈബി, അത് അദൃശ്യ വൃത്താന്തങ്ങളാൽ പെട്ടതാണ്. നൂഹിഹി ഇലൈക, നാം നിന്നിലേക്ക് അറിയിച്ചു തന്ന അദൃശ്യ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതുപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം 102 സൂറത്തുൽ യൂസുഫിലെ 102 ആയത്താണ് ഈ പറഞ്ഞത്. കമാ അഖ്ബറൽ ഖുർആനു, പിന്നെ ഖുർആൻ പറഞ്ഞു, അൻ ഉമൂരിൻ മുസ്തഖ്ബലിയത്തിൻ, വരാൻ പോണ കാര്യത്തെ പറ്റിയും പറഞ്ഞു. ഇത് മാളിയായ കാര്യം, കഴിഞ്ഞ കാര്യം. ഇനി വരാൻ പോണ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഏതാണ്? തഹക്കത്തിൽ ലാഹക്കൻ, അത് മിസ്ല ഇന്തിസാരി റോം, റോമാ സാമ്രാജ്യത്തിന്റെ വിജയം അലൽ ഫർസ്, പേർഷ്യക്കാരുടെ മേൽ, പേർഷ്യക്കെതിരായിട്ട് റോമാ സാമ്രാജ്യത്തിന്റെ വിജയത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റോമാ സാമ്രാജ്യം ഇന്നത്തെ റോമ അല്ല. സാമ്രാജ്യം പണ്ട് വളരെ വിശാലമായ ഒരു പ്രദേശമായിരുന്നു. ഈവൻ ഫലസ്തീനിലൊക്കെ റോമക്കാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോ അവിടെ ആ പ്രദേശം മുഴുവൻ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു. അങ്ങനെ റോമ എന്ന് പറഞ്ഞാല് അഹ്ലുൽ ബൈത്ത്, അഹ്ലുൽ കിതാബാണ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്രിസ്ത്യാനികളായിരുന്നു, ഈസാ നബിയുടെ അനുയായികള്. അന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയാം. അതായത് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് പിന്നെ അപ്പോ അവര് പേർഷ്യക്കാരെന്ന് പറഞ്ഞാല് ബിംബാരാധകരായിരുന്നു, തീയിനെ ആരാധിക്കുന്നവര്, അങ്ങനെ പല സൂര്യനെ ആരാധിക്കുന്നവര്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു. അപ്പോ അവരുടെ മേൽ റോമക്കാരുടെ വിജയത്തെ സംബന്ധിച്ചാണ് ഒന്ന് പറഞ്ഞത്. കമാഫി കൗലിഹി താല ഒലിബത്തി റോം പരാജയപ്പെട്ടു, റോമാ സാമ്രാജ്യം പരാജയപ്പെട്ടു. ഫി അതിനൽ അർളി, ഭൂമിയുടെ ഏറ്റവും താഴ്ന്ന ഭൂമിയിൽ വെച്ച്. ഏറ്റവും താഴ്ന്ന ഭൂമി എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ ചാവുകടലിന്റെ അടുത്ത് വെച്ചാണെന്ന് ഒരു തഫ്സീർ ഉണ്ട്. അതായത് ഡെഡ് സി ഏറ്റവും താഴ്ന്ന പ്രദേശമാണ്, അങ്ങനെ ഒരു തഫ്സീർ ഉണ്ട്. വഹും മിംബാദി വലബിഹിം സയാലിബൂൻ. അപ്പൊ റോമ പരാജയപ്പെട്ടെങ്കിലും അത് പിന്നീട് അവര് വിജയിക്കുക തന്നെ ചെയ്യും. പി ബിലേസിനി എന്നൊരു കൂടിയുണ്ട് ഒരു ഇതില്, കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പോ പരാജയപ്പെട്ടു, ഒരിക്കൽ പരാജയപ്പെട്ടു. അതാണ് ഒലിബ മജ്ഹൂലായ ഫിയലാണ്. വലബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്നർത്ഥം. ഒലിബ എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു. എങ്ങനെ അത്? വലബ വിജയിച്ചു, ഒലിബ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കന്നെ. ഞാൻ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് ഞാൻ പരാജയപ്പെട്ടു എന്ന് അർത്ഥം. അങ്ങനെയല്ലേ? പിന്നെ മജ്ഹൂൽ പാസീവ് വോയിസ്, പിന്നെ അതുപോലെ അങ്ങനെയാണല്ലോ അതിന്റെ ആ ഗ്രാമർ അനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒലിബത്ത് റോം പരാജയപ്പെട്ടു. ഫി അതിനെല്ലാറിൽ വഹും മിംബാദി വലബിഹിം സയാലുമൻ. അപ്പൊ കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം അവർ വിജയിക്കും എന്നും പറഞ്ഞു. അപ്പൊ ഒരു 7 കൊല്ലത്തിന് ശേഷം അവർ വിജയിക്കുക തന്നെ ചെയ്തു. അതും കൂടി നമ്മളിവിടെ എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ ആ പ്രവചനം, ഖുർആന്റെ ആ പ്രവചനം പൂർത്തിയായിരിക്കുന്ന. പിന്നെ നഫ്സി ഒത്തർബുവി, നഫ്സ് എന്ന് പറഞ്ഞാല് സൈക്കോളജിക്കൽ, അതായത് മാനസികവും വിദ്യാഭ്യാസപരവുമായ മിറക്കിൾസ്. മാനസികവും വിദ്യാഭ്യാസപരവുമായ മിറക്കിൾസ്. എന്താ? ഖുർആനുൽ കരീം യത്രുക്കു അസറൻ അമീഖൻ,
ഫി നഫ്സിൽ ബസരിയ, മനുഷ്യവർഗത്തിന്റെ മനുഷ്യന്റെ ഹൃദയങ്ങളിൽ വളരെ ആഴമേറിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഒരു ഖുർആൻ. ഹൈസു തഹദീബിഹ ഹൈസു യുഹദ്ദിബുഹ വയുസക്കീഹ, അതിനെ നഫ്സുൽ ബസരിയ മനുഷ്യ ഹൃദയങ്ങളെ സംസ്കരിക്കുന്ന കാര്യത്തിൽ വളരെ ആഴമേറിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. വയബാസു ഫിഹ തുമനീന, ആ ഹൃദയങ്ങൾക്ക് ശാന്ത സ്വഭാവം കൈവരുത്തുന്നു. അതായത് ഒരു ശാന്തമായ ഹൃദയം ഉണ്ടാകാൻ ഈ ഖുർആൻ കാരണമായിട്ടുണ്ട് ആളുകൾക്ക്. കാലത്തായാലും അള്ളാഹ് പറഞ്ഞു അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഒരു ആയത്താണ് സൂറത്തുർ റഅദിലെ 28-ാമത്തെ ആയത്ത്. അലാ അറിയുക, ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്, തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ ശാന്തത കൈവരിക്കും. അള്ളാഹുവിനെ ഓർത്താലെന്ന്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള അള്ളാഹുവിനെ ഓർക്കലുണ്ട്. ഖുർആനിലോ ഓതല് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഖുർആൻ ഓതല്, അള്ളാഹുവിനെ ഓർക്കുക, അത് ഒന്നാണ്. പിന്നെ നമസ്കരിക്കുക, ഖുശൂവോടുകൂടി നമസ്കരിക്കുക, അള്ളാഹുവിനെ ഓർക്കലാണ്. പിന്നെ അതുപോലെ മറ്റുള്ള ആരാധനകളൊക്കെ അള്ളാഹുവിനെ ഓർക്കൽ തന്നെയാണ്. അത് മാത്രമല്ല, പിന്നെ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ഉള്ള ജീവിക്കാൻ വേണ്ടിയുള്ള വക സമ്പാദിക്കലും അത് നല്ല ഉദ്ദേശത്തോടു കൂടി അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ച് ചെയ്യുന്ന ആ അധ്വാനം ഒക്കെ അള്ളാഹുവിനെ ഓർക്കൽ തന്നെയാണ്. അപ്പൊ അതൊക്കെ ഇതിൽ പെടും. വെറും പള്ളിയിൽ ഇരുന്നിട്ട് പിന്നെ നമസ്കരിക്കാൻ, നോമ്പൊക്കെ, ഖുർആൻ ഓത്, ഇത് മാത്രമല്ല അള്ളാഹുവിനെ ഓർക്കല്. നമ്മളുടെ ജോലിയും ഒക്കെ അള്ളാഹുവിനെ, അപ്പോഴൊക്കെ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിനെ ഓർക്കലാണെന്നും കൂടി മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഓർക്കുമ്പോ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു ശാന്തത കൈവരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അങ്ങനെ നജഹൽ ഖുർആൻ വിജയിച്ചു ഫി തഗയ്യുരി ഹയാത്തിൽ അറബി. പിന്നെ അറബികളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിൽ ഖുർആൻ വളരെയധികം വിജയിച്ചിട്ടുണ്ട്. മിൻ ഹയാത്തിൽ ജഹലി, ആ അറിവില്ലാത്ത ആ ഒരു പരിസ്ഥിതിയിൽ നിന്ന്, ആ ജീവിതത്തിൽ നിന്ന്, വസുറാത്തി, അങ്ങനെ പരസ്പരം കലഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന്, ഇലാ ഹയാത്ത് തൗഹീദി വ താവുനി. താവുൻ എന്ന് പറഞ്ഞാൽ സിറാത്തിന്റെ നേരെ എതിരാണ്. പരസ്പരം സഹായിക്കുക, പരസ്പരം സഹായിക്കുക, അത് സഹകരിക്കുക. അങ്ങനെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന ആളുകളൊക്കെ. അപ്പൊ കാരണം അന്നത്തെ അറബികളൊക്കെ ബിംബാരാധകരായിരുന്നു. ഈ ബിംബാരാധകര് പിന്നെ അങ്ങനത്തെ ഒരു അറബികളെ ഇങ്ങനെ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന, പരസ്പരം സഹകരിക്കുന്ന ആളുകളാക്കി മാറ്റിമറിച്ചു ഖുർആൻ. മിമ്മ യദുല്ലു അലാ ഖുവ്വത്തിഹി തർബവിയ്യ. അപ്പൊ അത് ഒരു തർബവിയ്യത്തിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഇത് പറയുന്നത്. ഇത് തഗ്യ്യിറുൽ ഹയാത്തി അൽ അറബി ഇലൽ ഹയാത്തിൽ തൗഹീദി വത്തആവുനി എന്നുള്ളത് മിസാല് ഖുവ്വത്ത് തർബിയാണ്. പിന്നെ ഏജാസുൽ അദദി, പിന്നെ സംഖ്യാപരമായ മിറക്കിൾസ്. സംഖ്യാപരമായ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഉലമാക്കള് ഖുർആനിൽ നിന്ന് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഖുർആനിൽ നിന്ന് ഉലമാക്കള് കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അത് ഏതൊക്കെയാണ്? കസഫൽ ഉലമാക്കള്, പണ്ഡിതന്മാർ കണ്ടെത്തി, അൻ നിലാമിൻ അദദിയിൻ ദഖീഖിൻ ഫിൽ ഖുർആനിൽ കരീം. മിസ്ല, ഇതുപോലെ കലിമത്തു ദുന്യ എന്നുള്ള വാക്ക്, കലിമത്തുൽ ആഖിറ എന്നുള്ള വാക്കും, തകററത്ത് കുല്ലു മിൻഹുമ, അത് രണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ട് 115 പ്രാവശ്യം. മിയത്തും വ ഖംസത മറത്തൻ, അങ്ങനെ അത് 115 പ്രാവശ്യം ഓരോന്നും. എന്ന് പറഞ്ഞാൽ ദുന്യയും ആഖിറവും ഇത് രണ്ടും ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ദുന്യ എന്ന് പറഞ്ഞാൽ
ഇഹലോകം, ആഖിറ എന്ന് പറഞ്ഞാൽ പരലോകം. ഇത് രണ്ടും 115 പ്രാവശ്യം ഖുർആനിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഷെഹർ എന്നുള്ള പദം, മാസം എന്നുള്ള പദം 12 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നുള്ളത്. തക്കറത്ത്, അത് ആവർത്തിച്ചു വന്നു. ഇസ്നാശ്രമറ 12 പ്രാവശ്യം. പിന്നെ വഹുവ അതതു ഷെഹരിസന, ഒരു കൊല്ലത്തിലെ 12 മാസങ്ങളുടെ എണ്ണാണത്. പിന്നെ ഈ ബുക്കില്, നമ്മുടെ ഈ ബുക്കിൽ പറയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. യൗമ്, ദിവസം എന്നുള്ള പദം, അൽയൗം എന്നുള്ള ദിവസം 365 പ്രാവശ്യം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മലായിക്കത്ത്, ഷയാത്തീൻ, ഈ പദങ്ങള് 88 പ്രാവശ്യം രണ്ടും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അൽ അഖ്ലു വൻ നൂറ്, ഇത് രണ്ടും 49 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ ഇനി എൽമു തഫ്സീർ, തഫ്സീറിന്റെ എൽമ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ ഇറങ്ങിയാൽ, ഇപ്പൊ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ മുഖേന ഇപ്പൊ ഒരു ആയത്ത് ഇറങ്ങിയാൽ ആ ആയത്ത് സഹാബാക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കും. തന്നെ ആയത്ത് മാത്രമല്ല, ആയത്തിന്റെ ഉദ്ദേശം സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കും. ആയത്ത് ഇറങ്ങിയത് എന്തുകൊണ്ടാണ്, എന്ത് കാര്യത്തിനാണ് ആ ആയത്ത് ഇറങ്ങിയത്, അതിന്റെ അർത്ഥങ്ങളും അതിന്റെ എല്ലാ വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ മുഫസ്സിർ, ആദ്യം ഖുർആനെ വിശദീകരിച്ച വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന്. പിന്നെ സഹാബത്തിൽ നിന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും, പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, ഇവർ മൂന്നാളും സഹാബത്തിൽ നിന്നുള്ള മുഫസ്സിറുൽ ഖുർആനാണ്. പിന്നെ താബിഈങ്ങളുടെ, പിന്നെ അത് സഹാബാക്കളുടെയും കാലം കഴിഞ്ഞു. അടുത്ത സഹാബാക്കളിൽ നിന്ന് കേട്ടുപഠിച്ച താബിഈങ്ങളുടെ കാലമായി. താബിഈങ്ങളുടെ കാലമായപ്പോൾ വളരെയധികം മുഫസ്സിറുകൾ ഉണ്ടായി. ആ തഫ്സീറിന്റെ പേരൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ വാക്കർത്ഥം നോക്കാം. തഫ്സീർ എന്ന് പറഞ്ഞാൽ വഹുവൽ ഇൽമുല്ലദീ യഖ്തസ്സു ബി ശറഹി മആനിൽ ഖുർആനി. വഹുവൽ ഇൽമു, അതൊരു ഇൽമാണ്, അറിവാണ്. അല്ലദീ യഖ്തസ്സു ബി ശറഹി മആനിൽ ഖുർആനി അൽ കരീം, ഖുർആന്റെ അർത്ഥം വിശദീകരിക്കുന്ന ഒരു ഇൽമാണ് തഫ്സീർ എന്ന് പറഞ്ഞാൽ. ഖുർആന്റെ അർത്ഥവും മഖാസിദ് വഅഹ്കാം, നിയമങ്ങളും ഉദ്ദേശങ്ങളും വിവരിക്കുന്ന ഒരു അറിവാണ് തഫ്സീർ എന്ന് പറഞ്ഞത്. വഖദ് നശ, ഈ ഖുർആന്റെ ഈ ഇൽമ് ഉണ്ടായി, ഹാദൽ ഇൽമ്, ഈ ഇൽമ് ഉണ്ടായി മുൻദു നുസൂലിൽ വഹയിന്റെ ആഗമനത്തോടുകൂടി, വഹയ്യ് ഇറങ്ങിയതിനോടുകൂടി, നുസൂൽ വഹയ്, ആ വഹയ് ഇറങ്ങിയതിനോടുകൂടി ഈ തഫ്സീർ എന്ന ഈ ഇൽമ് ഉണ്ടായി. തത്തവറ, അങ്ങനെ അത് വളർന്നു. തദ്രീജിയൻ, മെല്ലെ മെല്ലെ, ഗ്രാജുവലി അത് വളർന്നു. ലിയസ്ബഹ ഇൽമൻ മുസ്തഖില്ലൻ, അതൊരു ഇൻഡിപെൻഡന്റ് ഇൽമായിട്ട് അങ്ങനെ വളർന്നു. അങ്ങനെ ലഹു, അതിനുണ്ട്, ഖവായിദുഹു, അതിന്റെ നിയമങ്ങളുണ്ട്, ആ തഫ്സീറിന്റെ നിയമങ്ങളുണ്ട്, മനാഹിജുഹു, അതിന്റെ ശൈലിയും അതിന്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അവ്വലു മുഫസ്സിറിൽ ഖുർആൻ, ഖുർആനെ വിശദീകരിച്ച ആദ്യത്തെ വ്യക്തി ആരായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. അത് ഔക്കലല്ലാഹു, അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു, ഇലൈഹി, അദ്ദേഹത്തിലേക്ക്, ബയാൻ മആനിഹി, അതിന്റെ അർത്ഥങ്ങളെ വിവരിക്കുന്ന കാര്യം. അത് ഈ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വാൻസൽനാ ഇലൈക ദിക്റ, നാം നിന്നിലേക്ക് ദിക്റിനെ ഇറക്കി തന്നു. ദിക്ർ എന്ന് പറഞ്ഞാൽ ഖുർആൻ. ലി തുബയ്യിന, നീ വെളിവാക്കി കൊടുക്കാൻ, നീ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി, ലിന്നാസി, ജനങ്ങൾക്ക്, മാ നസല ഇലൈഹിം, അവരിലേക്ക് ഇറങ്ങിയത് എന്താണോ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിലുള്ളതാ എന്താണോ അത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയെന്ന്. സൂറത്തുൻ നഹ്ല് 44. അങ്ങനെ യുഫസ്സിറു നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്കുമായിരുന്നു. ആ അസ്കല അല സ്വഹാബത്തി, സ്വഹാബത്തിന് സംശയമുള്ളതെല്ലാം.
ഒരായത്തിറങ്ങിയാൽ അതിന്റെ സംശയം ചോദിക്കും. അതിന്റെ ചിലപ്പോ അതിന്റെ ആശയം മനസ്സിലാവില്ല. അർത്ഥം അറബികളാണല്ലോ, അർത്ഥം അറബികളാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ അതിന്റെ ആശയം മനസ്സിലാവില്ല. അപ്പൊ ആശയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുമായിരുന്നു. കാന നബി ആയിരുന്നു യസ്റഹു മാനിൽ ഖുർആനി, ഖുർആന്റെ അതിന്റെ ആശയം വിവരിച്ചു കൊടുക്കുമായിരുന്നു. ബി അഫ്ആലിഹി, ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട്, ചില ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. മിസ്ലാദായ സ്വലാത്തി, നമസ്കരിക്കുന്ന പോലെ നമസ്കാരം എങ്ങനെയാണ് ചെയ്യുക, നമസ്കാരം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് ഒന്നു കൊടുക്കേണ്ടത്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടി കാണിച്ചു കൊടുക്കുമായിരുന്നു. അല്ലത്തി അമറ ബിഹൽ ഖുർആൻ വഅദ വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഇസ്തമറ സഹാബത്ത് സ്ഥിരത നേടി ഫി തഫ്സീറിൽ ഖുർആനി, ഖുർആനെ വിശദീകരിച്ചു കൊടുക്കുന്നതിൽ ലിന്നാസി ജനങ്ങൾക്ക് ബിനാഅന്നല മാ തഅലമുഹു, അവര് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ബിനാഅന്നല മാ തഅലമുഹു, അവര് മനസ്സിലാക്കിയതനുസരിച്ച്, മിൻഹു നബിയിൽ നിന്ന്. അപ്പൊ നബിയിൽ നിന്ന് അവരെന്താണോ മനസ്സിലാക്കിയത് അതനുസരിച്ച് ജനങ്ങൾക്ക് സഹാബത്ത് ഖുർആനെ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. കാന സഹാബത്ത് ആയിരുന്നു യുഫസ്സിറൂനൽ ഖുർആന, ഖുർആനെ വിശദീകരിച്ചു കൊടുക്കുമായിരുന്നു. ബിൽ ഖുർആനി, ഖുർആൻ കൊണ്ടും. എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഒരായത്ത് കൊണ്ട് മറ്റൊരായത്തിനെ വിശദീകരിക്കുന്ന അങ്ങനത്തെ ആയത്തുകളുണ്ട്. അപ്പൊ അങ്ങനെയും സഹാബാക്കൾ ചെയ്യുമായിരുന്നു. ഔ ബിമാ സമയഹു മിനൻ നബി, അല്ലെങ്കിൽ അവര് നബിയിൽ നിന്ന് കേട്ടതനുസരിച്ച്. അപ്പൊ നബിയിൽ നിന്ന് കേട്ടതനുസരിച്ച്, അല്ലെങ്കിൽ നബി ചെയ്യുന്നത് കണ്ടതനുസരിച്ച്, അങ്ങനെ പല കാര്യങ്ങളിലും നബിയിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ഇതാലം യജിദു, അവര് കണ്ടെത്തിയാൽ തഫ്സീറൻ മുബാശിറൻ, ഇതാലം യജിദു, അവര് കണ്ടെത്തിയില്ലെങ്കിൽ, ഇതാലം യജിദു, അവര് കണ്ടെത്തിയില്ലെങ്കിൽ തഫ്സീറൻ മുബാശിറൻ, യോജിച്ച ഒരു വിശദീകരണം, ഏതെങ്കിലും ആയത്തുകൾക്ക് ഒരു യോജിച്ച വിശദീകരണം അവര് കണ്ടെത്തിയില്ലെങ്കിൽ എന്തായിരുന്നു അവര് ചെയ്യുക? ഇസ്തഹദു, അവര് ഇജ്തിഹാദ് ചെയ്യുമായിരുന്നു, അവര് പരിശ്രമിക്കുമായിരുന്നു, അവര് ഗവേഷണം ചെയ്യുമായിരുന്നു. വഫ്ക ഖവായിദിൽ ശരീഅത്തി വല്ലുഅത്തി, അറബി ഭാഷയുടെയും ഇസ്ലാമിക ശരീഅത്തിന്റെയും നിയമങ്ങളുടെ അടിസ്ഥാനത്തില്. അപ്പൊ ഇസ്ലാമിന്റെ നിയമങ്ങളുടെയും ശരീഅത്തിന്റെയും മറ്റേ അറബി ഭാഷയുടെയും അതിന്റെ ഗ്രാമർ അതൊക്കെ മുൻനിർത്തി അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവര് ഗവേഷണം ചെയ്യുമായിരുന്നു. മിൻ അബ്രസി മുഫസ്സിർ സഹാബത്തി, സഹാബാക്കളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുഫസ്സിർ ആയിരുന്നു അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ആയിരുന്നു. അല്ലദീ ലുഖിബ ബി ഹിബ്റുൽ ഉമ്മത്തി, അങ്ങനെ ഒരു ഹിബ്റുൽ ഉമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. വകാന മിൻ അക്സരി സഹാബത്തി, സഹാബത്തുകളിൽ നിന്ന് ഏറ്റവും അധികം ദിറായത്തൻ, വിവരമുള്ള ആളായിരുന്നു അദ്ദേഹം, നോളജുള്ള ഇൽമുള്ള ആളായിരുന്നു. ബി തഫ്സീറിൽ ഖുർആനി, ഖുർആന്റെ തഫ്സീർ കൊണ്ട്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, രണ്ടാമത്തെ ആളാരാ? അബ്ദുല്ലാഹിബ്നു മസ്ഊദ് ആണ്. അല്ലദീ ഉസ്തുഹിറ, അദ്ദേഹം ഫേമസ്, അദ്ദേഹം വളരെ ഫേമസ് ആയി, എന്ന് പറഞ്ഞാൽ മഷ്ഹൂറായി. ബി ഇൽമിഹിൽ വാസി, അദ്ദേഹത്തിന്റെ വളരെ വിശാലമായ അറിവ് കാരണം, ഫിൽ ഖുർആനി വ ഖിറാഅത്തിഹി, ഖുർആനിലും അതിനെ പാരായണം ചെയ്യുന്നതിലും അദ്ദേഹത്തിന്റെ വളരെ വലിയ ആ ഇൽമു കാരണം അദ്ദേഹം വളരെ പ്രസിദ്ധനായി. ഖദുസ്തുഹിറ, അദ്ദേഹം പ്രസിദ്ധനായി. പിന്നെ മൂന്നാമത്തെ ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെയൊക്കെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് മൂന്നാമത്തെ വ്യക്തി. സഹാബാക്കളിൽ നിന്നുള്ള മുഫസ്സിറുകളിൽപ്പെട്ട ആളായിരുന്നു. അന്നത്തെ റസൂലിന്റെ കാലത്തെ മുഫസ്സിറുകളിൽപ്പെട്ട അവരായിരുന്നു. കാന തഫ്സീറുൽ ഖുർആനി, അത് അവരുടെ തഫ്സീർ ആയിരുന്നു. ഹുസൂസൻ, പ്രത്യേകിച്ച് ഫി മസായിലിൽ അഹ്കാമി വ തശ്രീഅത്തി, അഹ്കാമിലും എന്ന് പറഞ്ഞ നിയമങ്ങളും മറ്റ്
ഇസ്ലാമിക ശരിയാത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള തഫ്സീറുകളായിരുന്നു. കാരണം ഇപ്പൊ പിന്നെ സ്ത്രീകളുടെ ഹയല് നിഫാസ് പോലത്തെ കാര്യങ്ങളിൽ ഒക്കെ ഉള്ള ഹുക്കുമുകളും ഇതൊക്കെ സ്ത്രീകൾക്ക് വിവരിച്ചു കൊടുത്തിരുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പിന്നെ അങ്ങനെ എൽമു തഫ്സീർ എൽമു തഫ്സീർ വളരെ വിശാലത നേടി വളരെ വാസ്റ്റായി ഫി അസ്രി താബിയങ്ങളുടെ കാര്യത്തിൽ. അപ്പൊ താബിയങ്ങളുടെ കാര്യത്തിൽ എൽമു തഫ്സീർ വളരെ വലിയ വിജയം, വളരെ വലിയ വളർച്ച നേടി. മഅൻതിശാരിൽ ഇസ്ലാമിന്റെ വ്യാപനത്തോടുകൂടി വദുഖൂലി ഗൈറിൽ അറബി ഫീഹി, അറബികളല്ലാത്തവര് ഇസ്ലാമിലേക്ക് വരും. അതായത് ഇസ്ലാം ദീൻ വളരെ വ്യാപിക്കുകയും ചെയ്തതിനോടുകൂടി അങ്ങനെ താബിയങ്ങളുടെ കാലത്ത് ഇൽമു തഫ്സീർ വളരെ വളർച്ച നേടി. മിമ്മ അദ്ദാ ഇലാ സിയാദത്തിൽ ഹാജത്തി, അങ്ങനെ ആയപ്പോ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇസ്ലാം വ്യാപിച്ചതിനോടുകൂടി തഫ്സീറിന്റെ ആവശ്യകത വർദ്ധിച്ചു. മിമ്മ അദ്ദാ ഇലാ സിയാദത്തിൽ ഹാജത്തി, അങ്ങനെ ഇല തഫ്സീറുൽ ഖുർആന്റെ ഹാജത്ത് ആവശ്യം അകത വർദ്ധിച്ചു. അങ്ങനെ ആയപ്പോ താബിയങ്ങള് സ്വീകരിച്ചു. അൽ ഇൽമാനി സഹാബാക്കളിൽ നിന്ന് താബിയങ്ങള് സ്വീകരിച്ചു ആ അറിവിനെ. ഹൈസു, അങ്ങനെ തലക്ക കുല്ലും മിൻഹും, അവരോരോരുത്തരും അവര് സ്വീകരിച്ചു ഇൽമൽ കിതാബി വസുന്നത്തി, കിതാബിന്റെയും സുന്നത്തിന്റെയും ഇൽമ എന്ന് പറഞ്ഞ കിതാബ് ഖുർആന്, സുന്നത്ത് നബിയുടെ ചര്യ. മിമ്മൻ കാന ഫി ബലദിഹിം മിന സഹാബത്തി, സഹാബാക്കളിൽപ്പെട്ട അവരുടെ രാജ്യത്തുണ്ടായിരുന്ന ആളുകളിൽ നിന്ന് അവര് സ്വീകരിച്ചു. അങ്ങനെ കാമ ഉലമാഉ താബീൻ, അങ്ങനെ ഉലമാഉ താബീൻ അങ്ങനെ തയ്യാറായി. ബിജംഇ മാ വറദ അനി റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ തഫ്സീരിൽ ആയാത്തി വമാ നുഖില അനി സഹാബത്തി ഫി ഹാദൽ മജാലി. ഈ അവസരത്തില് സഹാബത്തുകളിൽ നിന്ന് അറിഞ്ഞതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതുമായ എല്ലാ അറിവുകളും ഇവര് ശേഖരിച്ചു. ഉലമാഉ താബിയങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാര് ശേഖരിച്ചു. അങ്ങനെ ഇപ്രകാരം തമയ്യസ ഉലമാഉ കുല്ലു മന്തിഖത്തിൻ, എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ഉലമാക്കളും ബിജമ്മി റിവായത്ത് തഫ്സീരി, അതായത് ഖുർആന്റെ തഫ്സീറിനെ അവര് ശേഖരിക്കുന്നതില് പ്രത്യേകത നേടി. എന്ന് പറഞ്ഞാൽ അവര് ഓരോരുത്തരും ആ ഖുർആന്റെ തഫ്സീറിനെ ശേഖരിച്ചു. അൻ അബ്രസിൽ അഇമ്മത്തിൽ ബലദിഹിം, അവരുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന്, അവരുടെ രാജ്യത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്ന് തഫ്സീറിനെ അവര് ശേഖരിച്ചു. ഇപ്പൊ മസലൻ, ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ, ജമാ അഹ്ലു മക്ക അഹ്ലുകാര്, മക്ക നിവാസികള് ശേഖരിച്ചു തഫ്സീർ ഇബ്നു അബ്ബാസിന്റെ തഫ്സീറിനെ. ജമാ അഹ്ലുൽ കൂഫയിലെ ആളുകൾ, കൂഫ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ ഒരു സ്ഥലമാണ്, സൗദി അറേബ്യ പെട്ട സ്ഥലമല്ല. ഇറാഖിലെ അഹ്ലുകാര് ശേഖരിച്ചു തഫ്സീർ ഇബ്നു മസ്ഊദിന്റെ തഫ്സീർ. കാനലി താബിയങ്ങൾ കൊണ്ട് ദൗറുൻ കബീറുൻ, വളരെ വലിയ പങ്കുണ്ട് ഫി തഫ്സീറുൽ ഖുർആനിൽ കരീം, തഫ്സീറുൽ ഖുർആനിലും എന്ന് പറഞ്ഞ ഖുർആനിന്റെ വിശദീകരണത്തിലും തഅലീമിഹി, അത് പഠിപ്പിക്കുന്നതിലും, ലിൽ മുസ്ലിമീനൽ ജുദദി, പുതിയ മുസ്ലിമീങ്ങൾക്ക്, ഫി ബിലാദിൽ മഫ്തുഹത്തി, അത് പുതിയ രാജ്യത്തെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക്, മഫ്തുഹത്ത് എന്ന് പറഞ്ഞാല്
ഇസ്ലാമിന്റെ അണ്ടറിൽ വന്ന രാജ്യങ്ങളിലെ പുതിയ മുസ്ലിങ്ങൾക്ക് ഈ ഖുർആനും അതിന്റെ നിയമങ്ങളും അതിന്റെ ഇതൊക്കെ പഠിപ്പിക്കുന്നതിൽ താബീയങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചു എന്നാ പറഞ്ഞു. താബീയങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സഹാബാക്കളെയും പിൻപറ്റിയ ആളുകളെയാണ് താബീയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ താബീയങ്ങൾ പല രാജ്യത്തും ഉണ്ടാവും. ഇപ്പൊ കേരളത്തിലേക്കൊക്കെ ചേരമാൻ പെരുമാളിന്റെ കാലത്ത് പിന്നെ സഹാബാക്കൾ വന്നിരുന്നു എന്നല്ല പറഞ്ഞു ഇസ്ലാം പ്രചരിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കേരളക്കരയിൽ ഇസ്ലാമിന്റെ തുടക്കം. പിന്നെ ഹാസത്തൻ പ്രത്യേകിച്ച് ഉലായിക്കല്ലതീനെല്ലാം യത്തഖനുൽ ലുഗത്തുൽ അറബിയ, അറബി ഭാഷയില് വലിയ അറിവൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, അറബി ഭാഷയിൽ അറിവില്ലാത്ത ആളുകൾക്ക് അങ്ങനെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ആ താബിയങ്ങള് വളരെ വലിയ പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞു. മിമ്മ സഹമാഫി നസ്രി ഫഹ്മിൽ ഖുർആനി, അങ്ങനെ ഖുർആന്റെ ആശയം, ഖുർആനെ മനസ്സിലാക്കിയത് പ്രചരിപ്പിക്കാൻ അവര് വലിയ പങ്ക് വഹിച്ചു. അലാ നിത്താഖി മാസീൻ, വളരെ വിശാലമായ പ്രവിശ്യയിലേക്ക്. അങ്ങനെ അബ്രദുൽ തഫാസീറുൽ ഖുർആൻ, ഖുർആന്റെ പ്രധാനപ്പെട്ട തഫ്സീറുകളുടെ പേരൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തഫ്സീറുൽ ഖുർത്തുബി, പിന്നെ തഫ്സീർ സമഹ്ശരി, അത് തഫ്സീറുൽ കശാഫ് ലിൽ ഇമാം സമഹ്ശരി, പിന്നെ തഫ്സീർ അൽ ഖുർത്തുബി, പിന്നെ തഫ്സീർ ഇബ്നു കസീർ, പിന്നെ തഫ്സീർ റാസി, തഫ്സീറുൽ ജലാലൈനി, പിന്നെ അൽ ബാഗവി, തഫ്സീറുൽ ബാഗവി, തഫ്സീറുൽ മതുരീദി, പിന്നെ അങ്ങനെ തഫ്സീറുൽ ബൈദാവി, അങ്ങനെ കുറെ തഫ്സീറുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് അതായത് തഫ്സീറുകളുടെ പേര് ഒക്കെ പഠിക്കല് നല്ലതാണ്. ഒന്ന് രണ്ട് തഫ്സീറുകളുടെ പേരൊക്കെ ചിലപ്പോൾ എഴുതാൻ പരീക്ഷയ്ക്ക് വന്നുകൂടായില്ല. അപ്പൊ എല്ലാവരും പഠിക്കുക. പിന്നെ കുറെ അർത്ഥങ്ങൾ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, വാക്കുകളുടെ അർത്ഥങ്ങൾ, അതൊക്കെ പഠിച്ചാൽ നല്ലതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. ചെയ്യാത്തവരൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ നേരിട്ട് കിട്ടും. പിന്നെ എനിക്കൊരു കൂടുതൽ ആളുകൾ, വിദ്യാർത്ഥികൾ കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു ഉന്മേഷം ഉണ്ടാവും അതൊക്കെ ചെയ്യാൻ.